കുകു തമിഴ് സിനിമ 2016-14 ഓർമ്മയില്ല, മറന്നുപോയി, ഇറങ്ങിയ സിനിമയാണ്. കണ്ണ് കാണാത്ത രണ്ടാൾക്കാരുടെ സിനിമയാണ്. മസ്റ്റ് വാച്ച് സിനിമയാണ്. ഫീൽ ഗുഡ് പടമാണ്. രണ്ട് കണ്ണ് കാണാത്ത ആൾക്കാരുടെ പ്രണയം പറയണ സിനിമയാണ്. അവർ കണ്ടുമുട്ടുന്ന സ്ഥലം, അവരെ സഹായിക്കണ അവരുടെ കൂട്ടുകാരന്മാർ, നാട്ടുകാർ, അവരുടെ നാട്, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതേപോലെ വീടും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത ആൾക്കാരുടെ ജീവിതം ഇതിൽ നല്ല വൃത്തിയിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എടുത്ത് പറഞ്ഞു കാണിക്കണമെന്നില്ല, കുറച്ച് 2-3 സീനുകളൊക്കെ ആയിട്ട് കാണിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ട് അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടല്ല എന്ന് വരെ കാണിക്കുന്ന സീനുകൾ വരെ ഈ സിനിമയിലുണ്ട്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സിനിമയാണ്. ഇതൊരു പ്രണയ സിനിമക്കാളും ഉപരി ഒരു ഫീൽ ഗുഡ്, കുറച്ച് നല്ല ആൾക്കാരുടെ അല്ലെങ്കിൽ കുറച്ച് നല്ല കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. നല്ല പ്രണയമുള്ള സിനിമയാണ്. കൂടെ നിൽക്കുന്ന കൂട്ടുകാരന്മാർ വരെ എന്ത് രസമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നറിയും. ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ പ്ലേ എല്ലാം കൊണ്ടും മെയിനായിട്ട് ഈ സിനിമയുടെ കഥയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഹാങ് ഓവർ തരുന്ന കുറച്ച് സിനിമകളുണ്ട്, അതിലൊക്കെ പറഞ്ഞ സിനിമയാണ് ഇതെന്ന് പറയുന്നത്. നല്ല രീതിയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നടൻ നമ്മുടെ അട്ടക്കത്തി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മുടെ ദിനേശാണ്. നമ്മുടെ പെട്ടെന്ന് പറയാനായിട്ട് കബാലി സിനിമയിലൊക്കെ ഉള്ള നടനാണ്. അട്ടക്കാത്തി എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അട്ടക്കാത്തി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, തമിഴ് സിനിമ. ജാതിപ്പടാ ഇവന്റെ, ജാതി നൈസ് പടാ. അത് നിങ്ങൾ കണ്ടു നോക്കി നോക്കുക. അത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള പടമാണ്. അത് അടിപൊളിയാണ്. അപ്പൊ ആളാണ് ഇതില് നായകനായിട്ട് ചെയ്തിട്ടുള്ളത്. നായികയായിട്ട് ചെയ്തിരിക്കുന്നത് മാളവിക നായർ അങ്ങനെ എന്തോ ആണ്. നമ്മുടെ മലയാളം നടിയാണ്. കുറച്ച് സിനിമകളിലുള്ള നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ കൽക്കിയിൽ വന്നിട്ടുണ്ട്. കൽക്കിയിൽ അഭിനയിച്ച നടിയാണ്. കാസ്റ്റിംഗ് വൈസ് ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. കാസ്റ്റിംഗ് വൈസ് അല്ല, മൊത്തത്തിലൊരു ഫീൽ ഗുഡ്, നല്ലൊരു നന്മയുള്ളൊരു സിനിമ, നല്ല രസത്തിൽ പോയിട്ടുള്ള ഒരു സിനിമയാണ്. രജനി മുരുകനാ അങ്ങനെ രജനി മുരുകൻ ആളാണ് ഡയറക്റ്റ് ചെയ്തേക്കണത്. ആളുടെ പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റണ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സി എന്ന് പറഞ്ഞ പടം കേട്ടിട്ടുണ്ടോന്ന് അറിയില്ലേ. ജിപ്സി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, തമിഴ് സിനിമ, ജീവയുടെ. പിന്നെ ജപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിയുടെ സിനിമയുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളുടെ പടമാണ്. മേ ബി ഈ പടം ആളുടെ ഫസ്റ്റ് പടമാണോ എന്ന് അറിയില്ല. ഒരു വാർത്തക്കാരൻ, ഒരു വാർത്ത ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന്റെ വിഷൻ അല്ലെങ്കിൽ ആളുടെ ഒരു ഇന്റർവ്യൂ പോലെയാണ് ഈ കഥ പോണത്. ആള് തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. പിന്നെ കൂടുതൽ പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലർ ആവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കണ്ടുകിട്ട് കുറേ നാളുകളായി. അപ്പം അതുകൊണ്ട് ആ ഒരു ചൂടില്ല ചെയ്യാനായിട്ട്. പക്ഷെ ഇത് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അത്രയും നല്ല അടിപൊളി സിനിമയാണ്. നല്ല ലവ് സ്റ്റോറി ഉള്ള, നല്ല കഥയുള്ള, നല്ല ക്യാരക്ടേഴ്സ് ഉള്ള, നല്ല പാട്ടുകളുള്ള നല്ലൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കിയത്. ജസ്റ്റ് മസ്റ്റ് വാച്ചാണ് ഞാൻ പറയണത്. അപ്പം എന്തെങ്കിലും പൊട്ടയാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കി നോക്ക്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.